അന്നുവരെ ഒളിവിലും തെളിവിലും ജയിലിലും പ്രക്ഷോഭപഥങ്ങളിലും സമരതീക്ഷ്ണമായ ജീവിതം നയിച്ച നേതാക്കൾ അധികാരത്തിലേറി ചരിത്രം സൃഷ്ടിച്ചു. സ്വവർഗത്തിന് കരുത്തു നൽകുന്ന ചുവടുവെപ്പുകൾ, കരുത്തുറ്റ തീരുമാനങ്ങൾ, കരുത്തുറ്റ നടപടികൾ എല്ലാം ഉണ്ടായി. ജന്മിത്തമ്പുരാക്കന്മാരുടെ പീഡനങ്ങൾക്കും വേട്ടയാടലുകൾക്കും വിധേയമായി അടിമജീവിതം നയിച്ചിരുന്ന കേരളത്തിലെ കർഷക തൊഴിലാളികളുടെയും അടിസ്ഥാന ജനവിഭാഗത്തിന്റെയും സ്വപ്നങ്ങൾക്ക് ചുവപ്പു നിറം കൈവന്ന ചരിത്രത്തിലെ ഏറ്റവും മനോഹര ദിനത്തിന്റെ വാർഷികമാണിന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ EMS സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ചരിത്ര ദിനം 1957 ഏപ്രിൽ 5-നായിരുന്നു പ്രഥമ കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. ആധുനിക കേരള നിർമ്മിതിക്ക് വിപ്ലവകരമായ ഭരണ നടപടികൾക്ക് തുടക്കമിട്ട മഹത്തായ ദിനം. നവകേരളത്തിന് ശിലപാകിയത് ഒന്നാം EMS സർക്കാരാണ്. ആകെയുണ്ടായിരുന്ന 126 സീറ്റിൽ 65 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരണം നേടിയത്. ജന്മിത്യ വ്യവസ്ഥയുടെയും കൊളോണിയൽ അധിനിവേശത്തിന്റെയും തുടർച്ചയായി നിലകൊണ്ട മലയാളിയുടെ ജീവിത പുരോഗതിക്ക് തടസ്സമായി നിന്ന എല്ലാത്തരം ഭൗതിക ബന്ധങ്ങളെയും വിപ്ലവകരമായി പരിവർത്തനപ്പെടുത്തിയ ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം, തൊഴിൽ നിയമങ്ങൾ, ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം തുടങ്ങിയ നടപടികളിലൂടെ നവകേരള നിർമ്മിതിക്ക് വിപ്ലവകരമായ തുടക്കം കുറിക്കുകയായിരുന്നു ആ സർക്കാർ. പുതിയ കേരളത്തിന്റെ പിറവിയായിരുന്നു അത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ. അഭിമാനബോധത്തോടെ ശിരസുയർത്തി നിൽക്കാൻ മലയാളിയെ പ്രാപ്തമാക്കുകയായിരുന്നു ആ ജനകീയ സർക്കാർ. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഇന്നും നിലനിൽക്കുന്നതിന്റെ കാരണവും ഒന്നാം EMS സർക്കാരാണ്. മതനിരപേക്ഷമായി മാത്രം ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമായി മലയാളിയെ മാറ്റിത്തീർത്തത് ആ സർക്കാരിന്റെ വിപ്ലവകരമായ നടപടികളുടെ അനന്തരഫലം കൂടിയാണ്.